അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബറക്കത്താണ് പെണ്ണല്ലേ, സ്നേഹമാണ് ആ ഹൃദയത്തിൽ നിറയെ, ദയയും അലിവും നിറഞ്ഞത്. ക്രൂരതയുടെ കഥ കേൾക്കാൻ പോലും ഭയമാണ് അവൾക്ക്. കഠിന പ്രയാസങ്ങൾ ജീവിതത്തിലുടനീളം അവൾക്കുണ്ട്. പക്ഷേ താൻ അനുഭവിക്കുന്ന ഏതൊരു പ്രയാസങ്ങളും വേദനകളും ആവുന്നത്ര അവൾ മൂടിവെക്കുന്നു. ഇഷ്ടം പോലെ ഭുജിച്ച് നിത്യവും ബാക്കി കളയാനുണ്ടായത് ഇക്കാലത്താണ്. ഇന്നും എല്ലാ വീട്ടിലും ഇങ്ങനെയല്ല. ഒരു കാലത്ത് വീട്ടിൽ വെച്ച ഭക്ഷണം വീട്ടുകാർക്ക് തികയില്ലായിരുന്നു. വീട്ടിലുള്ളവരെല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഓരോരുത്തർക്കുമുള്ളത് വിളമ്പി വെച്ച ശേഷമാണ് ഇല്ലായ്മയുടെ കാലത്ത് ഉമ്മ ഭക്ഷിക്കുന്നത്. ആർക്കും തികയാതിരിക്കരുത്. അതാണ് ഉമ്മ താൻ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് പിന്തിക്കുന്നത്. മുന്തിയവ എപ്പോഴും അവൾ കുടുംബനാഥനും കുട്ടികൾക്കും നൽകുന്നു. മിച്ചം വന്നതാവും അവൾക്ക്. ഓരോരുത്തർക്കും വീതിച്ച് വിളമ്പിയ ശേഷം അവരെല്ലാം ഭക്ഷിക്കുന്ന നോക്കി നിന്ന് മനസ്സ് നിറയെ സന്തോഷിക്കുകയാണ് ഉമ്മ. തനിക്കില്ലാത്തത് ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും ബാക്കി വടിച്ച് തുടച്ചാണ് ഉമ്മ കഴിക്കുന്നത്. ഉമ്മ പലപ്പോഴും പട്ടിണിയിലോ അരപ്പട്ടിണിയിലോ ആയിരുന്നു. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ദയയുള്ളവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അനുഭവം നൽകിയ പാഠവും അതുതന്നെ. ഉപ്പ മകനെ അടിച്ച് മകൻ കരഞ്ഞപ്പോൾ മകൻ്റെ കൂടെ ഉമ്മയും കരഞ്ഞത് കണ്ടിട്ടുണ്ട്. തങ്ങൾക്ക് തന്ന പോലെ തങ്ങളുടെ ഉമ്മ കഴിച്ചിട്ടില്ലെന്ന് പല മക്കളും അറിഞ്ഞിട്ടില്ല. തൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടോ എന്ന് ഭർത്താക്കന്മാരും നോക്കിയിട്ടില്ല. ഇല്ലായ്മയെ തൊട്ട് അവൾ ആരോടും പരാതിപ്പെട്ടിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കരികിൽ ഭക്ഷണം ചോദിച്ചു വന്ന ഒരുമ്മ, ആ ഉമ്മയ്ക്കൊപ്പം 2 കുട്ടികളും ഉണ്ടായിരുന്നു. ബീവിയോട് അവർ പറഞ്ഞു, വിശക്കുന്നു, വല്ലതും ഉണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ അവരെ നോക്കി നൊമ്പരപ്പെട്ടു. ആഗതർ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി, കുട്ടികൾ വിശന്ന് കരയുന്നു, വല്ലതും തരണം. ആയിഷ റളിയല്ലാഹു അൻഹ എന്തു ചെയ്യണമെന്നറിയാതെ അകത്തേക്ക് കയറി വീടിനുള്ളിൽ ചുറ്റുഭാഗവും കണ്ണോടിച്ചു. അന്ന് നോമ്പ് തുറക്കാൻ കരുതി വെച്ച ഒരു ചുള കാരക്ക, അതല്ലാതെ മറ്റൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല. ബീവി റളിയല്ലാഹു അൻഹ അതെടുത്ത് ആ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നോക്കി നിന്നു. ആ ഉമ്മ ഒരു ചുള കാരക്ക 2 പിളർപ്പാക്കി 2 കുട്ടികൾക്കും നൽകി. ഉമ്മ ഭക്ഷിച്ചില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൗതുകത്തോടെ നോക്കി നിന്നു. ഗൃഹജോലിക്കായി നേരത്തെ എഴുന്നേൽക്കുന്നതും എല്ലാം കഴുകി വൃത്തിയാക്കി ഇന്നത്തെ ചുമതലകൾ പൂർത്തിയാക്കിയ ശേഷം നേരം വൈകി അവസാനം കിടന്നുറങ്ങുന്നതും അവളാണ്. പുരുഷനേക്കാൾ അവൾക്കാണ് കനിവ് കൂടുതൽ. സ്നേഹനിധിയാണവൾ. കുഞ്ഞു പ്രായത്തിലെ ഉപ്പയ്ക്ക് വെള്ളം കൊടുത്ത പൊന്നുമോൾ, മരണം വരെ പുരുഷന് തുണയാകുന്നവൾ, അവന് വേണ്ടതെല്ലാം സജ്ജമാക്കുന്നവൾ. പാലൂട്ടുന്നതും താരാട്ടുന്നതും ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്നതും വിസർജ്യങ്ങൾ സ്വകരങ്ങളാൽ ശുദ്ധീകരിക്കുന്നതും അവൾ തന്നെ. പ്രായം കൂടിയതിനാലോ ഇടയ്ക്ക് വെച്ച് മറ്റസുഖം കാരണത്താലോ കിടക്കേണ്ടി വന്ന പുരുഷൻ്റെ വിസർജ്യങ്ങൾ വെറുപ്പ് കൂടാതെ മാറ്റുന്നതും അവളാണ്. പെൺകുട്ടി ബർക്കത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ ബർക്കത്ത് അനുഭവിച്ചവർ അത് സമ്മതിക്കും. അവളാലുള്ള നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നവർ തുറന്നു പറയും, പെൺകുട്ടി ബർക്കത്ത് തന്നെയാണ്. അതേ സഹോദരി, അല്ലാഹുവും റസൂലും അത്യുന്നത സ്ഥാനമാണ് നിനക്കും എനിക്കും നൽകിയത്. 2 പെൺകുട്ടികളെ വളർത്തി വലുതാക്കി വിവാഹിതരാക്കിയാൽ ആ മാതാപിതാക്കൾ സ്വർഗത്തിലാണെന്നും 3 പെൺകുട്ടികളെ വളർത്തി വലുതാക്കി വിവാഹിതരാക്കിയാൽ നരകത്തെ തൊട്ട് അവർ മറയാകുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഓർക്കുക. ഒന്നിലധികമോ പെൺകുട്ടികളുള്ള രക്ഷിതാവ് വളരെ പ്രയാസങ്ങൾ സഹിച്ച് പോറ്റി വളർത്തി ഇവരെ വിവാഹിതരാക്കാൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നെട്ടോട്ടമോടി ഒടുവിൽ വിവാഹിതരാക്കി. അള്ളാഹു ഏൽപ്പിച്ച വലിയ ബാധ്യത നിറവേറ്റിയ ആത്മസംതൃപ്തി. താൻ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന സന്തോഷം. അത് പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാത്ത പിതാക്കൾക്ക് മനസ്സിലാവില്ല. ആൺകുട്ടികൾ മാത്രമുള്ള രക്ഷിതാക്കൾ താൻ മഹാഭാഗ്യവാനാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരു പക്ഷേ ഭാഗ്യമാകാം പെൺകുട്ടിയെ വിവാഹിതരാക്കിയ പ്രതിഫലം അവർക്ക് നഷ്ടപ്പെട്ടു. ആൺകുട്ടികൾ മാത്രമുള്ള രക്ഷിതാക്കൾ തങ്ങളുടെ കുടുംബത്തിലെയോ മറ്റുള്ളവരിലെയോ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹിതരാക്കാവുന്നതിൽ അങ്ങേയറ്റം സഹായിച്ച് ഈ പ്രതിഫലം സമ്പാദിക്കാൻ നോക്കണം ഇൻഷാ അല്ലാഹ്. നിന്നെ ചെറുപ്പത്തിൽ മാതാപിതാക്കളും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ മക്കളും സംരക്ഷിക്കണമെന്നും ഉണർത്തി നിന്റെ ജീവിതകാലത്തിലുടനീളം സംരക്ഷകരെ അള്ളാഹു ഏൽപ്പിച്ചു. വിവാഹ സാധൂകരണത്തിന് സ്ത്രീക്ക് മഹർ നൽകൽ നിർബന്ധമാക്കി. ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് കടമയുള്ളതുപോലെ ഭാര്യമാരോടും കടമകൾ പുലർത്താൻ അവിടുന്ന് കർശനമായി നിർദ്ദേശിച്ചു. ഉമ്മ എന്ന പദവി പിതാവിനേക്കാൾ ഉയർന്നതാണെന്ന് സമൂഹത്തിലെ ബോധ്യപ്പെടുത്തി. സ്വർഗം മാതാവിൻ്റെ കാലടി കീഴിലാണെന്നും ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്ത് ഛേ എന്ന് പോലും പറയാതെ പരിപാലിക്കാനും സമുദായത്തെ പഠിപ്പിച്ചു. ഒരിക്കൽ ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് ആരോടാണ് കൂടുതൽ കടപ്പാടുള്ളത്?
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിൻ്റെ ഉമ്മയോട്. വീണ്ടും അയാൾ ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ആരോടാണെന്ന്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ മാതാവിനോട്. മൂന്നാമതും അയാൾ ചോദിച്ചു, പിന്നീട് ആരോടാണ്? മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിൻ്റെ മാതാവിനോടാണ്. നാലാമത് ആ വ്യക്തി ചോദിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ പിതാവിനോടാണെന്ന്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിക്ക് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഉമ്മയോടാണ് ഏറ്റവും വലിയ കടപ്പാടുള്ളത് എന്നാണ്. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനും അവർക്ക് മുലയൂട്ടുന്നതിനും മറ്റും പ്രതിഫലം വാഗ്ദാനം ചെയ്തു. അതെ, ഇസ്ലാമിൻ്റെ നിർദ്ദേശം ഇതൊക്കെയാണ്. ഇസ്ലാമിൻ്റെ സ്ത്രീ ബർക്കത്താണ്. അള്ളാഹുവിൻ്റെ നിയമം അംഗീകരിക്കാത്ത കുറ്റവാളികളാണ് വിപരീതമായി കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ആത്മസംതൃപ്തിയിലും നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.